ഒരു പുതിയ വണ്ടി എടുത്താൽ അതിൽ അത്യാവശ്യം വർക്ക് എടുക്കണം ഏതൊരു കോമൺ മാൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ നമ്മളും ആ ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇതാ ഇദ്ദേഹമാണ്. യെസ്. അപ്പോൾ ആർക്കും പറഞ്ഞറിയിക്കേണ്ട ഒരു ആവശ്യമില്ല, നമ്മുടെ മല്ലു കാർടെക്കിൻ്റെ ശ്യാം ബ്രോ ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുമ്പേ വണ്ടി ഇവിടെ കൊടുത്തിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടവർക്ക് പലർക്കും അറിയാം. അപ്പോൾ ശ്യാം ബ്രോ, എന്തൊക്കെയാണ് നമ്മുടെ വണ്ടി ചെയ്തിരിക്കുന്നത്? ഇതിപ്പോ ബേസ് മോഡലല്ല, അപ്പൊ അധികം വലിയ വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ഇൻഫോർടൈൻമെന്റ് അങ്ങനത്തെ സ്പീക്കേഴ്സ് ഒക്കെ ഇതിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതില് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത് ഗ്രില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ യെല്ലോ ടൈപ്പ് ഉള്ള എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ് ആംബർലൈറ്റ് ചെയ്യണം, ഗ്രില്ലായിട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് ഗ്രില്ലായിട്ട് ചെയ്തു തരണം എന്നാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്തായിട്ട് ബമ്പർ അയക്കുന്നതാണ്. ഒപ്പം തന്നെ ഒരു ഫോണും കൂടി ചെയ്യാം. അല്ലാണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് ഫോഗിലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഫ്രോൺസിൽ ചെയ്യേണ്ട. ബലേനോ സ്വിഫ്റ്റ് ഒക്കെ എടുക്കുമ്പോഴാണ് അങ്ങനത്തെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നത്. എംബർലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ ഹെല്ലയുടെ ഹോണ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പേൾ ഏകദേശം 1000 രൂപ റേഞ്ചിൽ വരുന്നുള്ളൂ. പിന്നെയുള്ള ഫിറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് വയർ കട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് അത് ഊരിയ ഇത് കയറ്റി വെക്കുക, അത്ര സെറ്റായി. വേറെ ഫ്രണ്ടിലേക്ക് പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മളെ ഗ്രാഫീൻ കോട്ടിംഗ് ആണ്, പ്രീമിയം കോട്ടിംഗ് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ കാര്യത്തിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഓൾറെഡി വേറെ സ്ഥലത്ത് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വണ്ടി എടുത്ത് പോകുന്ന സമയത്താണ് ഞാൻ ശ്യാം ബ്രോനെ വിളിച്ചത്. ശ്യാം ബ്രോ, ഞാൻ അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, എനിക്ക് ഉള്ളിൽ കുറച്ച് വർക്കൊക്കെ എടുക്കണം പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്രഫീൻ കോട്ടി ഞാൻ കൊണ്ടുപോയിട്ടാണ്, ഒരു 3 ദിവസത്തെ പരിപാടി ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ ചെയ്തുതരാം ബ്രോ പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു ഗ്രഫീൻ കോട്ടി ചെയ്യുന്നത്. അതെ, ആ ഒരൊറ്റ കാര്യമാണ് ഞാൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ നൈസായിട്ട് ഓക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാൻ നേരെ വണ്ടി അവിടെ നിന്ന് തന്നെ ഇട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടിട്ടു. വെരി നെക്സ്റ്റ് ഡേ രാവിലെ കൊടുന്നു തന്നാൽ മതി പറഞ്ഞു. ഞാൻ രാവിലെ വണ്ടി നേരെ കൊടുന്നെടുത്തു. അതെ, 3-ാം ദിവസം നേരെ കൊടുന്നെടുത്തു. അതെ, ഡെലിവറി എടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ പൂജ വെച്ചു. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഞാൻ എന്താ വണ്ടി ഇവിടെ കൊടുന്നു തന്നു. വർക്കൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇപ്പൊ ഗ്രാഫിംഗ് കൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ചെയ്യുന്നത് 22 രൂപ റേഞ്ചിലേക്കാണ്. അപ്പൊ പുള്ളിക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രാഫിംഗ് കോട്ടിക്ക്. അതിപ്പോ നമ്മളിപ്പോ ബലേനോ ആയാലും ബെൻസ് ആയാലും BM ആയാലും ഒക്കെ ഒരു പ്രോഡക്റ്റ് ആയിട്ടോ. അല്ലാണ്ട് ഇപ്പൊ ഫ്രോൺസിന് വേറെ അങ്ങനെ പ്രീമിയം വെഹിക്കിളിന് വേറെ ഒന്നുമില്ല, ഈ റേറ്റ് തന്നെ എല്ലാ വണ്ടിക്കും. പിന്നെ അതിന്റെ വലിപ്പം അനുസരിച്ച് അതിന്റെ ആ ഒരു പിന്നെ അതിന്റെ ഒരു പാക്കേജ് കൂടി പറഞ്ഞു കൊടുക്കുക. സാധനം എത്ര വർഷത്തെ? 3 വർഷം വാറണ്ടി ഉണ്ട്. അതെ, 3 വർഷം, 2 സർവീസ് ആണ്. 3 വർഷം എന്ത് പറ്റിയാലും നമ്മള് അറേഞ്ച് ചെയ്ത്. പിന്നെ എല്ലാ വർഷവും ഓരോ സർവീസ് അത് ഫ്രീ ആയിരിക്കും. ഇനിയിപ്പോ ആഡ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ്. അതെന്തായാലും നമുക്ക് ചെയ്യേണ്ടി വരും. ഒരു വണ്ടി പ്രീമിയം ആയിട്ട് നോക്കുന്നവർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടി വരും. ഇതിപ്പോ ചില സ്ഥലത്തൊക്കെ ഉണ്ട് ഗ്രാഫീൻ അടിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോകുന്നുള്ള സെറ്റപ്പ്. ഇത് 3 ദിവസം ക്യൂറിംഗിൽ ഇടണം, അത് സെറ്റ് ആവും. അപ്പൊ ഇതിന്റെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫുൾ ബ്ലാക്കിലാണ് വരുന്നത്. പിന്നെ ഒരു കോഫി ബ്രൗൺ ആയിട്ടുള്ള ഡിസൈൻ ആണ്. അപ്പൊ നമ്മൾ ഉല്ലാസ് ബ്രോ സെലക്ട് ചെയ്തിട്ടുള്ളത് വെച്ചാൽ ഫുൾ ബ്ലാക്ക് സീറ്റ് കവർ സെലക്ട് ചെയ്തു. നമ്മുടെ വണ്ടിയുടെ ബ്ലൂ ഷെയ്ഡാണ് ഇതിന്റെ സീറ്റ് കവറിന്റെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ പൈപ്പ് ലൈൻ ഒക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ. നോർമൽ ആയിട്ടുള്ള സീറ്റ് കവർ ആണ്. ഇതിന്റെ നമുക്ക് വേണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം. അപ്പൊ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ആണ്, നാഫ ലെതറിൽ ചെയ്യണത്. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ക ഫിറ്റ്മെന്റ് ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റിച്ചിങ്ങും ഡയമണ്ട് ആയിട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ബ്ലൂ ലൈൻ, ഞാൻ ബ്ലൂ അല്ലെങ്കിൽ റെഡ് ആണ് ചൂസ് ചെയ്തത്. ബ്ലൂ കണ്ടപ്പോ ഓക്കെ, എന്റെ അച്ഛനും അതെ അച്ഛൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഏത് കളറാണ് വേണ്ട. അപ്പൊ ബ്ലൂ ആണ് കുറച്ചുകൂടി രസം എന്ന് പറഞ്ഞപ്പോൾ ഡാർക്ക് ആയി നിൽക്കുമല്ലോ, റെഡ് ആകുമ്പോൾ എടുത്ത് കാണിക്കും. പിന്നെ ഇതില് നമുക്ക് ആമറസ് ഒക്കെ ചെയ്യാണ്ട് അടുത്ത ഇതിൽ ചെയ്യാന്ന് വെച്ചു, അടുത്ത ബഡ്ജറ്റില്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മള് വിനൈൽ ഫ്ലോറിംഗ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോർമലി ഇട്ട് പോകുന്നതല്ല, നല്ല കറക്റ്റ് ആയിട്ട് ഫിനിഷ് ആയിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ കണ്ടാണ് അത് ഞാൻ സ്പെഷ്യലായിട്ട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പലരിടത്തും ചോദിച്ചു, നമ്മൾക്ക് വിനയിൽ വേണമെങ്കിൽ കമ്പനിയിൽ തന്നെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ബ്രോ കറക്റ്റ് കട്ടിങ്ങിൽ കറക്റ്റ് അതിൽ കറക്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് ചെയ്തത്. എനിക്ക് ആ ഒരു കാര്യത്തിൽ പെർഫെക്ഷൻ കറക്റ്റ് ആയിട്ട് തോന്നി. അതിനെ വർക്ക് ചെയ്ത ബ്രോസും വിനിൽ ഇട്ടിട്ട് ഈ GFX മാൻ്റെ അടുത്ത് നമ്മൾ യോജിക്കില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ലെവലിൽ ഫ്ലാറ്റ് മോം കറക്റ്റ് ഒട്ടിച്ച്, അതുകൊണ്ട് ഈ സാധനം കറക്റ്റ് ഇരിക്കും. പക്ഷെ ചില കടയിൽ കണ്ടിട്ടുണ്ട് വിനിൽ ഒട്ടിച്ച് ഇടുമ്പോ ഇത് വെറുതെ നിൽക്കാത്ത രീതിയിൽ ഓടി കളിക്കും. പക്ഷെ ഇതിപ്പോ നമ്മൾ കറക്റ്റ് ആ പ്ലാറ്റ്ഫോം ഒട്ടിച്ചുകൊണ്ട് കറക്റ്റ് ഇരിക്കും. ആ ലെവലിൽ തന്നെ കറക്റ്റ് മെഷർമെന്റ് കിട്ടും. ഫ്രോൺസിന്റെ കറക്റ്റ് മെഷർമെന്റ് ആണ്. ഫ്രോൺസും ബലേനോ ഗ്ലാൻസ് ഒക്കെ ഒരു മെഷർമെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിന് സിമ്പിൾ ആയിട്ട് ഇത് വെക്കുക കേട്ടോ. അല്ലാണ്ട് വേറെ ഇത് നമ്മള് ടെക്നീഷ്യന്റെ സഹായത്തൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് നമ്മള് ഫ്ലോർമേറ്റ് ഒട്ടിച്ച പോലെ പെർമനന്റ് ഒന്നല്ല, നമുക്ക് ഊരെടുക്കുക, ചെളി സിമ്പിൾ ആയിട്ട് ബാസ്കറ്റ് പോയതുകൊണ്ട് ചെളിയിൽ കടന്നു വെള്ളമായാലും ചെളിയായാലും. അപ്പൊ അതുകൊണ്ട് വിനീല് ചെയ്തിട്ട് വൈഡ് ഇടാൻ പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് ഈ ഒരു രീതിയിലാണ്. കറക്റ്റ് അതിന്റെ ഒരു എഡ്ജിങ്ങും ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്.
സോ ജസ്റ്റ് എടുക്കുക, കൊട്ടിക്കളയുക, ജസ്റ്റ് തുടച്ച് അവിടെ തന്നെ ഇടുക. അപ്പോൾ അതോടെ പിന്നെ ബ്രോ 70 മൈറ്റ് എന്നൊരു സംഭവം ഉണ്ട്, കണ്ടോ ഡയമണ്ട് ആയിട്ട്. ഡയമണ്ട് കട്ട് അത് ഇടുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ ഒരു 4-5 മാസം ആകുമ്പോഴേക്കും അത് പപ്പടം പോലെ. അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഇത് റെഫർ ചെയ്യുന്നത്. ഇതാകുമ്പോൾ ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. അങ്ങനെ എന്തായാലും സെറ്റാണ്. പിന്നെ നമുക്ക് അടുത്തത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നേരെ ആ പുറത്തേക്കാണ് സ്റ്റിയറിങ് നമ്മൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴേക്കും വണ്ടികളൊക്കെ ഇവിടെ വർക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ വണ്ടികളായിട്ട് ഓരോരുത്തരായിട്ട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ട്രെൻഡിങ് ഉള്ള സംഭവം കാർബൺ ഫൈബറും അതുപോലെ ജെല്ലി ആയിട്ട് വരും. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഉള്ളിലൊരു ജെല്ലി ടൈപ്പ് ആട്ടോ വരുന്നത്. ഇപ്പൊ നമ്മളാ ഫുള്ളോട് വണ്ടിയിലൊക്കെ വരുന്ന ഒരു ഫീൽ കിട്ടുന്നു. സെപ്പറേറ്റ് ചെയ്താന്ന് തോന്നൂല, കണ്ടില്ലേ? ഇതടക്കം ഇതിന്റെ ഉള്ളിൽ അത് ഇവിടെ മാറ്റൂലേ ബ്രോ? അതേപോലെ സംഗതി ഇത് ഞാൻ പണി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ചെയ്ത ബ്രോ വന്നിട്ട് സംഗതി ചോദിച്ചു എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് കംഫർട്ടബിള ഏതാ അടിപൊളി എന്ന് തോന്നുന്നത് ആ രീതി ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ബ്രോ ഇതടക്കം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റിയിട്ട് ചെയ്തു തന്നു. പക്ഷെ ഞാൻ ഇവിടെ വേറെ വണ്ടിയുണ്ട്, പക്ഷെ ആ വണ്ടി ഇവിടെ നിന്നല്ല ചെയ്ത്, പക്ഷെ അതിൻ്റെയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടാണ് ചെയ്തത്. ഒരു സ്വിഫ്റ്റിലാണ് ഞാൻ കണ്ടത്. വേറെ സ്ഥലത്താണ് വയറിങ് മാറ്റാവുന്ന വണ്ടിയാണ്. പക്ഷെ അതിലേക്ക് തോന്നി ഇതിങ്ങനെ പുറത്തേക്ക് നിൽക്കുമ്പോൾ പലരുടെയും വേസ്റ്റൊക്കെ ഇവിടെ കണ്ണി കണ്ട് ചില പൊടിയൊക്കെ ഇതിലിരിക്കും. പക്ഷേ അതിനെക്കാട്ടിലും ഇത് നല്ല അടിപൊളിയായിട്ട് സംഗതി ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ഹോണൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. സംഗതി ഉണ്ടോ ഈ രീതിയിൽ പോളോൻ്റെ ഹോണാണ് സെറ്റ് ചെയ്തത്. സംഗതി അതും അടിപൊളി, ഒരു രക്ഷയില്ല. സംഗതി ഇവിടുത്തെ ഓരോ വർക്കേഴ്സും ദൈവന്മാരൊക്കെ ഇവിടുത്തെ മെയിൻ ഗഡികളാണ്. ഇമാരൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യേണ്ട അവിടെ ഉണ്ട് സെറ്റ് വർക്കിൻ്റെത്. ഇതെന്താ പണി എടുക്കുന്നത്? ആംബിയൻസ് ലൈറ്റ് സെറ്റ് ചെയ്യാണ്. അതൊക്കെ എൻ്റെ വണ്ടിയിൽ അടുത്ത ഘട്ടത്തിൽ സംഗതി ആംബിയൻസ് ലൈറ്റ്, ഫുഡ് റെസ്റ്റ്, അതുപോലെ തന്നെ സബ്, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്ലാൻ ചെയ്ത പോലെ നമ്മൾ നടത്തിക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ വർക്കിലാണ്, എല്ലാവരും വർക്കിലാണ്. സംഗതി ഇവിടെയും സീറ്റ് വർക്കിൻ്റെയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഇങ്ങനെയാണ് മാറ്റ് ഫുള്ള് ചെയ്തത്. മാറ്റിൻ്റെ ആൾക്കാരൊക്കെ ഇവരൊക്കെയാണ്. എന്തായാലും സെറ്റ് ചെയ്ത്. അപ്പോൾ എന്തായാലും ശ്യാംബ്രോ ഞാൻ എന്നാൽ തെറിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പാക്കല സംഗതി ശരിക്കും ഞാൻ ഞാൻ നമ്മുടെ ഗോവിന്ദിനെ വിളിച്ചിരുന്നു. ഗോവിന്ദ എങ്ങനെയുണ്ട് വർക്ക് എന്നൊക്കെ. സംഗതി വർക്കൊക്കെ പക്കയാണെന്നാണ് പറഞ്ഞത്. ടെക്കാച്ചർ പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അടുത്താണ് എനിക്ക് ശ്യാംബ്രോൻ്റെ നമ്പർ കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അവനൊക്കെ എപ്പോഴും കോൺടാക്ട് ഉള്ളവനാണ്. അവനാണ് നമുക്ക് ഫസ്റ്റ് നമ്പർ തന്നെ. എന്തായാലും ഓൾ സെറ്റ്, എന്നെ വെരി താങ്ക്സ്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. യെസ്, ശ്യാംബ്രോയും വർക്കേഴ്സൊക്കെ ഏകദേശം നമ്മൾ വൈകുന്നേരമായി. ശ്യാംബ്രോ അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, അടുത്ത പ്രാവശ്യമാണ്. അടുത്ത കുറച്ച് വർക്ക്, ഹെവി വർക്ക് ബാക്കിയുണ്ട്. അതെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ ടേക്ക് കെയർ, സൈനിങ് ഓഫ്.